ഹായ് ഫ്രണ്ട്സ്, വണ്ടി ഷോപ്പിൽ വന്നൊരു വണ്ടിയാണ്. ക്ലച്ച് ജാമായിട്ട് വന്നതാണ്. അയച്ചു നോക്കുന്ന സമയത്ത് കണ്ടില്ലേ, ഈ നെറ്റ് അഴിഞ്ഞു പോയിട്ട് ഡാമേജ് ആയി. ഈ നെറ്റിന് തിക്നെസ് ഉണ്ടല്ലേ, ഇതൊക്കെ ഉള്ളിൽ കിടന്ന് തേഞ്ഞ് ഈ ഒരു തിക്നെസ്സെല്ലാം കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ത്രെഡിൻ്റെ എല്ലാം ഡാമേജ് ആയിട്ടുണ്ട്. ഈ അടിഭാഗത്തും അതേപോലെ തന്നെ ഡാമേജ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ കംപ്ലൈൻറ്റുകളൊക്കെ വരാനുള്ള കാരണം വെച്ചാൽ ഈ സൗണ്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ക്ലിയർ ചെയ്യാതെ ഓടുന്നതുകൊണ്ടാണ്. ഓക്കെ, ഈ ഒരു നെറ്റ് അഴിഞ്ഞു പോയാണ്ട് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇതൊക്കെ പറയുന്നത്. ഈ ഒരു കണ്ടില്ല, ഈ ഒരു സ്ലീവിൻ്റെ ഇവിടെ ഈ സ്ട്രെയിറ്റ് കട്ടിങ് അതെല്ലാം ഡാമേജ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പീസ് കൂടി മാറ്റേണ്ടതുണ്ട്. മുമ്പായിരുന്നെങ്കിൽ ഈ ഒരു നെട്ടും അല്ലെങ്കിൽ ഈ ക്ലച്ച് പുള്ളിയും കൂടി മാത്രം മാറ്റിയാൽ മതിയാവുന്നൊരു പ്രശ്നമായിരുന്നു. അപ്പോൾ അത് മൈൻഡ് ചെയ്യാതെ ഓടിയോണ്ട് ഉണ്ടായിട്ടുള്ള പ്രശ്നമാണിതിപ്പോൾ. കണ്ടില്ലേ, ഇതിൻ്റെ ഡ്രമ്മിനകത്തൊക്കെ സ്ക്രാച്ച് വീണിട്ടുണ്ട്. പക്ഷേ നമുക്ക് വലിയ കുഴപ്പമില്ല, പുറത്തൊക്കെ ആയിട്ട് ആ സ്ക്രാച്ച് വീണിട്ടുള്ളത്. അല്ലായിരുന്നെങ്കിൽ ആ ഒരു പീസ് കൂടി മാറ്റി വലിയൊരു എമൗണ്ടിൻ്റെ ചിലവ് വരുമായിരുന്നു. പുതിയൊരു ഈ ഒരു കട്ടിങ് വരുന്ന വെച്ചാൽ ഈ ഒരു സ്ട്രെയിറ്റ് കട്ടിങ്ങാണ് വരിക, അതുപോലെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഭാഗമാണ് തേഞ്ഞ് പോയിട്ടുള്ളത്. കണ്ടില്ലേ, അതേപോലെ ഈ ഒരു ത്രെഡ് കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു നെറ്റിൻ്റെ ഒരു തിക്നെസ് കണ്ടില്ലേ, ഈ ഒരു തിക്നെസ് ഉണ്ട്, പകുതിയോളം തേഞ്ഞ് പോയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു നെറ്റിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടും ഈ ഒരു പ്രശ്നം വരാറുണ്ട്. അതുപോലത്തെ ത്രെഡ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ പുതിയൊരു ത്രെഡ് വരുന്നതെന്ന് വെച്ചാൽ ഈ രീതിയിലാണ് ത്രെഡ് വരിക. അപ്പം ഈ ഒരു ഡാമേജ് കാരണം നമുക്ക് ആ ത്രെഡ് കറക്റ്റായിട്ട് ഇടാനോ അല്ലെങ്കിൽ ടൈറ്റ് ആക്കാനോ പറ്റില്ല. അപ്പോൾ മാറ്റിയെന്നുള്ളതല്ലാതെ നമുക്കൊരു വേറെ ഓപ്ഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ ചിലവ് വരും. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റിപ്പയർ ചെയ്യുക. എന്തെങ്കിലും മാറ്റേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയിട്ട് സേഫായിട്ട് ഓടിക്കുക. കാരണം നമുക്ക് മാത്രമല്ല, നമുക്കൊരു അപകടം പറ്റിക്കഴിഞ്ഞാൽ റോഡിലുള്ള മറ്റുള്ളവർക്കും അത് ബാധിക്കും എന്നുള്ളത് ബോധത്തിൽ തന്നെ നമ്മൾ വണ്ടി ഉപയോഗിക്കുക. നമ്മളെ ചിലവും കാര്യങ്ങളൊക്കെ ഇതിൽ കുറയ്ക്കാനും പറ്റും.